ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ചക്ക പ്രഥമനാണ്. ഇന്ന് ഫെബ്രുവരി 1 അപ്പോൾ ഞാൻ വിചാരിച്ചു പായസം കൊണ്ട് തന്നെ തുടങ്ങാമെന്ന്. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ചക്ക വരട്ടിയതിരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ചക്ക പ്രഥമൻ കാണിച്ചു തരാൻ പോകുന്നത്. വളരെ ഈസിയാണ്. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്, കുറച്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാനും ഹസ്ബൻഡും കൂടെ അകത്താക്കിയിട്ടുണ്ട്. കുറേ ദിവസമായി വരട്ടി വെച്ചിട്ട്, അപ്പോൾ കുറേ മാസങ്ങളായി ആക്ച്വലി വരട്ടി വെച്ചിട്ട് ഫ്രീസറിൽ ഇരിക്കുകയായിരുന്നു. ഒരു കേടുമില്ല, സുഖമായിരിക്കും. ഞാൻ എങ്ങനെയാണ് വീട്ടിൽ ചക്ക വരട്ടുന്നത് എന്നുള്ളത് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറേ കാലം കേടുകൂടാതിരിക്കും, മാസങ്ങളോളം ഇരിക്കേണ്ട, ഒരു ഫംഗസ് ഒന്നുമില്ല. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ചക്ക പ്രഥമൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് 7 ഡേ ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. തിങ്കളാഴ്ച തൊട്ടിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സൺഡേ എനിക്കൊരു ബ്രേക്ക്, കാരണം ഹസ്ബൻഡൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്കൊരു ബ്രേക്ക് വേണം. തിങ്കളാഴ്ച തൊട്ടിട്ട് നമുക്ക് 7 ഡേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് 1-ാം തീയതിയായിട്ട് നമുക്കൊരു മധുരമായിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ എങ്ങനെയാണ് ചക്ക പ്രഥമൻ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചക്ക പ്രഥമൻ, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മൾ ഓൾറെഡി ചക്ക വരട്ടിയത് വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. തേങ്ങാപ്പാൽ മാത്രമേ എടുക്കണ്ടൂ. ഓക്കെ, അപ്പം ഞാൻ ഏകദേശം ചെറിയ ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ചക്ക വരട്ടിയത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വർഷം വരട്ടി വെച്ചതാണ്. ചക്ക വരട്ടുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചക്ക കയ്യിലുണ്ട് അല്ലെങ്കിൽ ചക്ക വരട്ടിയത് ഇരിപ്പുണ്ടെങ്കിൽ വേഗം തന്നെ പ്രഥമൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. വളരെ ഈസിയാണ്. അപ്പം ഞാനിവിടെ ഞാൻ പറഞ്ഞില്ലേ 2 ടേബിൾ സ്പൂൺ ചക്ക വരട്ടിയത് പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഇതിലോട്ട് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു കപ്പ് വരണ മാതിരി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, 2-ാം പാൽ. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിളച്ച് നന്നായി ഒന്ന് കുറുകി വന്ന ശേഷം നമുക്ക് 1-ാം പാലും ഒഴിച്ചു കൊടുക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് വെക്കട്ടെ. നന്നായി വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം കേടുവരാതിരിക്കും. കണ്ടില്ലേ, ഞാനത് കഴിഞ്ഞ വർഷം വരട്ടി വെച്ച ചക്കയാണ്. ഇതുവരെ ഒരു കേടുമില്ല. ഇതൊന്ന് ഉരുകി നന്നായിട്ട് മിക്സായി 2-ാം പാലിനൊപ്പം നന്നായിട്ട് യോജിക്കണം. അപ്പോൾ അത് മെല്ലെ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കളറൊക്കെ മാറിയില്ലേ, മെല്ലെ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിനോടൊപ്പം മിക്സാവും. നല്ല വെള്ളപ്പാവമുണ്ട്, കണ്ടില്ലേ. ഇനി എക്സ്ട്രാ മധുരം ഒന്നും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണ്ട. ജസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കുക, ഇത് ചൂടാക്കുക, ഒന്ന് തിളച്ച് നന്നായി ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് 1-ാം പാൽ ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഉണ്ടെങ്കിൽ വറുത്തിട്ട് കഴിഞ്ഞാൽ പായസം റെഡിയായി. അപ്പോൾ ഇതൊന്ന് ഉരുകി വരട്ടെ. ഒന്ന് ഉരുകി വന്ന ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാ ചക്ക ഉരുകി, എല്ലാം ഉരുകിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ തിളച്ചും തുടങ്ങി. ഇപ്പോൾ ഒന്ന് നല്ല തിക്കായിട്ട് വരട്ടെ. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഞാൻ 1-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ഞാൻ ചെറിയൊരു പിടി കൈപ്പിടി തേങ്ങ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1-ാം പാൽ പിഴിഞ്ഞെടുത്തു. അതേമാതിരി തന്നെ 1 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലും പിഴിഞ്ഞെടുത്താണ്. അപ്പോൾ 2-ാം പാലാണ് നമ്മളിവിടെ ഒഴിച്ചത്. ഓക്കെ, കണ്ടില്ലേ, നന്നായി നല്ല തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നന്നായി ആ ചക്കയുടെ മണം നന്നായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചക്ക സീസണല്ല ഇത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് വെറും ഫ്രീസറിൽ പോലും അല്ല ചക്ക വരട്ടിയത് വെച്ചിട്ടുണ്ടായിരുന്നത്, ഫ്രിഡ്ജിലാണ്. എന്നിട്ട് ഒരു കേടുമില്ല. ഇപ്പോഴും ഫ്രഷായിട്ട് ആ ചക്ക വരട്ടിയത് അത്ര ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായി വേവിച്ച് നന്നായി വരട്ടി എടുക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടുകൂടാതിരിക്കും, ഉറപ്പാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ ചക്ക വരട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാ 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ചക്ക പ്രഥമൻ ആക്ച്വലി റെഡിയായി. ഇനി ഒന്ന് നെയ്യിൽ ഒന്ന് കാഷ്യൂനട്ടും തീ ഓഫ് ചെയ്യണം. ഇനി ബാക്കിയുള്ള ചൂടിലായിക്കോളും. ഇനി നമുക്ക് തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് തേങ്ങാക്കൊത്ത് ഞാൻ 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് കിസ്മിസും കാഷ്യൂനട്ടും കൂടെ വറുത്തെടുക്കാനുണ്ട്. കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയല്ലേ ഉണ്ടാക്കാൻ.
പെട്ടെന്നായി. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കട്ടെ. ലൈറ്റ് ബ്രൗൺ നിറായി വരണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ അടി പിടിക്കും, ഒരു ഭാഗം മാത്രം കളർ മാറും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാം. ഇതാ തേങ്ങാക്കൊത്തിൻ്റെ കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് എടുത്തിട്ട് ബാക്കിയുള്ള നെയ്യിൽ കണ്ടോ കളർ മാറി വന്നിട്ടുണ്ട്. അപ്പം അത് ഞാൻ പായസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പുറത്ത് ഞാൻ പായസം വെച്ചിട്ടുണ്ട്, പുറത്ത് സ്റ്റൗവിൽ ഓഫ് ചെയ്തിട്ട്. അതേമാതിരി ഞാൻ കിസ്മിസും കാഷ്യൂ നട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറുത്ത് വന്നു കഴിഞ്ഞാൽ കിസ്മിസ് ഒന്ന് ബൾജ് ചെയ്തിട്ട് ബോൾ പോലെ ഒന്ന് വരണം. എത്രയേ ഉള്ളൂ, നമ്മുടെ പായസം റെഡിയായി. തീ ഓഫ് ചെയ്യുക, സർവ് ചെയ്യുക, കഴിക്കുക. അപ്പം കിസ്മിസും കാഷ്യൂ നട്ടും ഇട്ടതും വറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ, ഇവിടെ പായസം റെഡിയായി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.